തെരഞ്ഞെടുപ്പ് ചൂടിനൊപ്പം നമ്മുടെ വേനൽ ചൂടും കടുക്കുകയാണ്. തണ്ണിമത്തനും കുടിവെള്ളവും ജനങ്ങൾക്ക് നൽകാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഹ്വാനവും. സംസ്ഥാനത്ത് അങ്ങനെ നിലവിലുള്ള ഉഷ്ണതരംഗം മൂലമുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ഓൺലൈനായി ചേർന്നു. ഉഷ്ണതരംഗ മുന്നറിയിപ്പുള്ള ഘട്ടങ്ങളിൽ പൊതുപരിപാടികൾ, സെലക്ഷൻ ട്രയലുകൾ, പകൽപൂരങ്ങൾ, കലാകായിക പരിപാടികൾ എന്നീ പരിപാടികൾക്ക് കർശനമായ നിയന്ത്രണങ്ങളും വിലക്കുകളും ഏർപ്പെടുത്താൻ തീരുമാനമായി. പ്രധാന മാർക്കറ്റുകൾ, ബസ് സ്റ്റാൻഡുകൾ ഈ പൊതു ഇടങ്ങളിൽ ആവശ്യത്തിന് വെള്ളം, വൈറസ്, സൂര്യാഘാത പ്രാഥമിക ശുശ്രൂഷ സൗകര്യങ്ങൾ ഇവ ഒരുക്കും. ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർ, തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, സർവീസ്, ട്രേഡ് യൂണിയൻ, സന്നദ്ധ സംഘടനകൾ എന്നിവർ ഇക്കാര്യത്തിൽ ഏകോപിതമായ പ്രവർത്തനം നടത്തണമെന്നാണ് മുഖ്യമന്ത്രിയുടെ ആഹ്വാനം. കുടിവെള്ളം കൃത്യമായി തന്നെ നൽകണം. സാധ്യമാണെങ്കിൽ സംഭാരം, തണ്ണിമത്തൻ എന്നിവയും ലഭ്യമാക്കുന്ന ജനകീയ സംവിധാനം ഒരുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ ശ്രമിക്കണം. കുടുംബശ്രീകൾ, സഹകരണ സ്ഥാപനങ്ങൾ, യുവജന സംഘടനകൾ, ക്ലബ്ബുകൾ, മറ്റ് സർവീസ് സന്നദ്ധ ട്രേഡ് യൂണിയൻ സംഘടനകൾ എന്നിവയെല്ലാം ഈ ഉദ്യമത്തിൽ പരമാവധി സ്ഥലങ്ങളിൽ പങ്കുചേരണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതിന് നേതൃത്വം വഹിക്കുന്ന പ്രധാന സ്ഥാപനങ്ങളായി മാറുകയും വേണം. അടുത്തത് ഏറ്റവും സുപ്രധാനമായ കാര്യമാണ്. വൈദ്യുതി വിതരണം മുടങ്ങുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതിനാൽ വൈദ്യുതി തടസ്സങ്ങളില്ലാതെ ലഭ്യമാക്കാൻ KSEB പരമാവധി ശ്രമിക്കണം. ഇപ്പോൾ തന്നെ നമ്മുടെ പലയിടത്തും പവർ കട്ടും ലോഡ് ഷെഡിങ്ങും അടക്കം അപ്രഖ്യാപിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമിതമായ വൈദ്യുതി ഉപഭോഗം തന്നെയാണ് കാരണവും. മാർക്കറ്റുകൾ, മറ്റ് പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ താൽക്കാലിക തണൽ പന്തലുകൾ സ്ഥാപിക്കണം. സാധ്യമായ ഇടങ്ങളിൽ ട്രാഫിക് സിഗ്നലുകൾ തക്ക സമയത്ത് സമയദൈർഘ്യം കുറയ്ക്കുന്നത് സംബന്ധിച്ച് ട്രാഫിക് പോലീസ് അധികാരികൾ ശ്രദ്ധിക്കണം. ജില്ലാ കളക്ടറുമായി ആലോചിച്ച് വേണം ഈ ട്രാഫിക് ഇടവേളകൾ ക്രമീകരിക്കേണ്ട നടപടിയെടുക്കേണ്ടത്. തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ നൂതന സൗകര്യങ്ങളോട് കൂടിയ സ്ഥിരം ഹീറ്റ് ആൻഡ് ബേൺ ക്ലിനിക്കുകൾ സ്ഥാപിക്കുന്നതിന് ആരോഗ്യ വകുപ്പ് ശ്രദ്ധിക്കണം. കുടിവെള്ള ലഭ്യത ഉറപ്പാക്കാനുള്ള അടിയന്തര നടപടികൾ വാട്ടർ അതോറിറ്റിയും ജലസേചന വകുപ്പും നടപ്പിലാക്കണം. ഇതുതന്നെയാണ് തിരുവനന്തപുരം മേയർ VV രാജേഷ് പറഞ്ഞത്. ഈ ചുമതല വാട്ടർ അതോറിറ്റിയുടെയാണെന്ന്. പിന്നെ തദ്ദേശ സ്ഥാപനങ്ങളുമായി ഇക്കാര്യത്തിൽ ഏകോപനം ഉണ്ടാക്കണം. മഴവെള്ള സംരക്ഷണത്തിന് ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കണം. മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ജനകീയ പങ്കാളിത്തത്തോടെ കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണം. അതായത് എല്ലാ പഞ്ചായത്ത് ഇടങ്ങളിലും എഴുതി കാണിക്കണം ആ പ്രദേശത്തെ ചൂട്, തണുപ്പ് ഇവയൊക്കെ. താപനില, മഴ, ആർദ്രത, ജലനിരപ്പ് തുടങ്ങിയ വിവരങ്ങൾ വാർഡ് അടിസ്ഥാനത്തിൽ ശേഖരിക്കണം. അത് പ്രാദേശികമായി ജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കണം. ഇതുവഴി കാലാവസ്ഥാ സാക്ഷരത സൃഷ്ടിക്കണം എന്നാണ് ഇപ്പോൾ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും ഇതിനായി പണം അനുവദിക്കുന്നതിന് പരിഗണനയുണ്ടാകും. ആദ്യഘട്ടത്തിൽ വയനാട് ജില്ലയ്ക്കായി തയ്യാറാക്കിയ പദ്ധതി ഉടനടി നടപ്പാക്കാൻ ദുരന്ത നിവാരണ വകുപ്പ് മുൻകൈയെടുക്കണം. മഴ മാപിനികൾ സ്ഥാപിക്കാൻ ആവശ്യമായ നടപടികൾ ദുരന്ത നിവാരണ അതോറിറ്റി ഈ മൺസൂണിന് തന്നെ പൂർത്തീകരിക്കണം. അതിനാവശ്യമായ ഫണ്ട് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി കണ്ടെത്തണം. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് സംവിധാനമായ കവചം സംവിധാനത്തിൻ്റെ പ്രവർത്തനക്ഷമത ഒന്നുകൂടി ഉറപ്പാക്കണം. ഓർക്കണം, ഈ സൈറണുകൾ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ബാറ്ററികൾ, മറ്റ് സാങ്കേതിക കാര്യങ്ങൾ എന്നിവ പ്രവർത്തന സജ്ജമാണെന്ന് ഒന്നുകൂടി ഉറപ്പാക്കണം. ഇതൊക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ആ യോഗത്തിൻ്റെ പ്രധാന നിർദ്ദേശങ്ങൾ. അതുപോലെ തന്നെ ആരോഗ്യ കേന്ദ്രങ്ങളെ ഹീറ്റ് റെസിസ്റ്റന്റ് കെട്ടിടങ്ങളിൽ ആക്കി മാറ്റാൻ നടപടി സ്വീകരിക്കണം. വരൾച്ച വ്യാപകമായ സാഹചര്യത്തിൽ സംസ്ഥാനത്തൊട്ടാകെ ജലലഭ്യത ഉറപ്പാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ വാട്ടർ അതോറിറ്റി, ഒന്നുകൂടി എടുത്തു പറയണം, വാട്ടർ അതോറിറ്റി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇക്കാര്യത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ എടുക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ ആ കർശന നിർദ്ദേശം. അടിയന്തര നടപടികൾക്കായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികൾക്ക് അനുവദിച്ച ഫണ്ടിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതികരണ പ്രവർത്തനങ്ങൾക്കുമൊക്കെ ഫണ്ട് ആവശ്യമായ സഹായം ലഭ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. പിന്നെ പാമ്പ് കടിയേറ്റാൽ സംയോജിതമായ ചികിത്സ ലഭ്യമാക്കാൻ എല്ലാത്തരം സംവിധാനങ്ങളും ആരോഗ്യവകുപ്പ് ഒരുക്കിയിരിക്കണം. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികളടക്കം പാമ്പ് കടിയേറ്റ് ദാരുണ മരണം സംഭവിക്കുന്നൊരു സമയമാണ്.
കൂടുതൽ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആൻറ്റിവെനം ലഭ്യമാക്കാൻ ആരോഗ്യവകുപ്പ് ശ്രദ്ധിക്കണം. പാമ്പ് കടിയേറ്റാലുള്ള പ്രഥമ ശുശ്രൂഷ സംബന്ധിച്ച അവബോധം പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കണം. സ്നേക്ക് റെസ്ക്യൂവേഴ്സിൻ്റെ സേവനം വനം വകുപ്പ് നല്ല രീതിയിൽ തന്നെ ഉറപ്പാക്കണം. പിന്നെ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി അവലോകനം ചെയ്യാനും ഇതെല്ലാം നടപ്പാക്കുന്നുണ്ട് എന്നൊക്കെ കൃത്യമായി നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും മേൽനോട്ടം വഹിക്കാനും ഒക്കെ സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ് മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്.